ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ബോണഫൈഡ് പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കെ ഐ ടിക്കാർക്കുള്ള മൊഡ്യൂൾ KITക്കാർക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്കിലെ മൊഡ്യൂൾ 6 ഡീൽ ചെയ്യുന്ന പ്രോപ്പർട്ടി ലോയിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് ആ സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കറിയാം എന്താ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. പ്രോപ്പർട്ടി ലോ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രോപ്പർട്ടി എന്താണ്? ഒരാൾക്ക് സ്വന്തമായി കൈവശം വയ്ക്കാനും ഉപയോഗിക്കാനും കൈമാറാനും ഒക്കെ കഴിയുന്ന വസ്തുവാണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള എന്തൊക്കെ തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്? മൂവബിൾ പ്രോപ്പർട്ടീസും ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസും ഉണ്ട്, അല്ലേ? മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്ത് നമുക്ക് കൈവശം വെച്ച് കൊണ്ട് നടക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടികളാണ്, അല്ലേ? എന്തൊക്കെയാണ് അത്? മൂവബിൾ പ്രോപ്പർട്ടീസ് എന്തൊക്കെ വരും? നമ്മുടെ വാഹനം മൂവബിൾ പ്രോപ്പർട്ടിയാണ്, അല്ലേ? മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ഇടുന്ന ജ്വല്ലറീസ്, അല്ലേ? നമ്മുടെ കൈവശമുള്ള ഡോക്യുമെൻറ്റ്സ്, പിന്നെ വീട്ടിലൊക്കെ വെക്കുന്ന ഫർണിച്ചേഴ്സ്, നമ്മുടെ ലാപ്ടോപ്പ്, ഇതൊക്കെ മൂവ് ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടീസാണ് നമ്മുടെ, അല്ലേ? അപ്പോൾ അത് മൂവബിൾ പ്രോപ്പർട്ടീസാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്താണ്? ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ് നമ്മുടെ ലാൻഡ്, ബിൽഡിങ്, ട്രീസ്, ഇതൊക്കെ മൂവ് ചെയ്ത് നമുക്കിങ്ങനെ എടുത്തുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നതല്ല, അല്ലേ? അപ്പോൾ അതാണ് മൂവബിൾ പ്രോപ്പർട്ടീസും ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസും. അപ്പോൾ ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതാണ് പ്രോപ്പർട്ടി ലോ, അല്ലേ? അപ്പോൾ ഈ പ്രോപ്പർട്ടി ലോ നമ്മളെ എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? എന്തൊക്കെ സഹായിക്കുന്നുണ്ട്? ഒരു പ്രോപ്പർട്ടി ആരുടേതാണ് എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഓണർഷിപ്പ്, അല്ലേ? ആർക്കാണ് ആക്ച്വൽ കൺട്രോൾ ഉള്ളത്? ഓണർഷിപ്പും പൊസഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർട്ടി ലോ ഡീൽ ചെയ്യുന്നുണ്ട്, അല്ലേ? ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഒരു പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രോപ്പർട്ടി ലോ പറയുന്നുണ്ട്. ഇനി രണ്ട് കൂട്ടർ തമ്മിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആയിട്ട് എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെയാണ് പരിഹരിക്കേണ്ടത് എന്നും പറയുന്നത് പ്രോപ്പർട്ടി ലോയിലാണ്, അല്ലേ? അപ്പോൾ ഇന്ത്യയിൽ എന്താ പറയുന്നത്, പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് നിയമങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് തന്നെയാണ്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 ആണ്, TP ആക്ട്. പിന്നെ ഇന്ത്യൻ ഈസ്മെൻറ്റ് ആക്ട് ഉണ്ട്, രജിസ്ട്രേഷൻ ആക്ട് ഉണ്ട്, സ്പെസിഫിക് റിലീഫ് ആക്ട് ഉണ്ട്, സക്സഷൻ നിയമങ്ങളുണ്ട്. ഇതൊക്കെ പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങളാണ്. പിന്നെ ഈ മെയിനായിട്ട് നമ്മളെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഡീൽ ചെയ്യുന്നത് സെയില്, മോർഗേജ്, ലീസ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ്. അതായത് പ്രോപ്പർട്ടിയുടെ വിൽപ്പന നടക്കുന്നത്, അത് പണയം വെക്കുന്നതുമായിട്ട് സംബന്ധിച്ച നിയമങ്ങൾ എന്തൊക്കെയാണ്, അത് പാട്ടത്തിന് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എക്സ്ചേഞ്ച് കൈമാറ്റം ചെയ്യുമ്പോൾ, പിന്നെ ഗിഫ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർട്ടി ആയിട്ട് നടത്തുമ്പോൾ എങ്ങനെയൊക്കെയാണ് അത് നിയമപരമായ വശങ്ങൾ എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ ചില കോർ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്? ഓണർഷിപ്പിനെ കുറിച്ചും പൊസഷനെ കുറിച്ചും, ടൈറ്റിൽ, ട്രാൻസ്ഫർ, നോട്ടീസ്, അറ്റസ്റ്റേഷൻ തുടങ്ങിയ കുറേ കൺസെപ്റ്റുകളെക്കുറിച്ചും നമുക്ക് ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 6ാം മൊഡ്യൂളിൽ തന്നിട്ടുള്ള TP ആക്ടിൽ പഠിക്കാനുണ്ട്. ഇത്രയാണ് TP ആക്ടിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരാനുള്ളത്. ഇതിൽ ഓരോന്നും പറഞ്ഞത് ഓരോന്നായിട്ട് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ക്ലാസ്സിൽ TP ആക്ടിലെ ഡെഫിനിഷൻ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.